ഓണാശംസകൾ. DMA ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സാംസ്കാരിക കേരളത്തിന് പുതിയൊരു വാർത്താ ചാനൽ കൂടി, DMA ന്യൂസ് ചാനൽ. ദ്രോഹിഡ മലയാളി അസോസിയേഷന്റെ ചരിത്രത്തിലാദ്യമായി അധികാര കൈമാറ്റം. ആഗോള വിപണിയെ പിടിച്ചുകുലുക്കിയ സാമ്പത്തിക മാന്ദ്യം ദ്രോഹിഡയിലും. പന്നിപ്പനി പടരുന്നു, മലയാളികൾ കൂട്ടത്തോടെ നാട്ടിലേക്ക്. ദ്രോഹിഡയിൽ ഇത്തവണ സമ്മർ നേരത്തെ കുടുംബനാഥന്മാർ ആരും വീട്ടിലിരിക്കുന്നില്ലെന്ന് വീട്ടമ്മമാർ. ദ്രോഹിഡ ന്യൂറി മോട്ടോർവേ കേന്ദ്രീകരിച്ച് മദ്യമാഫിയകളുടെ വൻ വിളയാട്ടം. വാർത്തകൾ വിശദമായി. സാംസ്കാരിക കേരളത്തിന് പുതിയൊരു വാർത്താ ചാനൽ കൂടി, DMA ന്യൂസ് ചാനൽ. ദ്രോഹിഡ മലയാളികളുടെ ദീർഘകാല കാത്തിരിപ്പിന് സാക്ഷാത്കാരമായി DMA ന്യൂസ് ചാനൽ പ്രവർത്തനം ആരംഭിച്ചു. DMA ന്യൂസ് ഉദ്ഘാടന ചടങ്ങിന്റെ റിപ്പോർട്ടിലേക്ക്. ജീവിതത്തിൽ എന്നും മാധ്യമങ്ങൾക്ക് പ്രാധാന്യം നൽകിയിട്ടുള്ള മലയാളിക്ക് ഇതാ ഒരു പുതിയ വാർത്താ ചാനൽ കൂടി, DMA ന്യൂസ് ചാനൽ. ദ്രോഹിഡയിലെ മലയാളികളുടെ സ്വന്തം ചാനൽ. മാറിയ നാട്ടിലെ മാറുന്ന വിശേഷങ്ങൾ അറിയുവാനും പങ്കുവയ്ക്കുവാനും ഒരു പുതിയ വേദി. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തിൽ DMA ന്യൂസ് രാഷ്ട്രത്തിന് സമർപ്പിക്കുകയുണ്ടായി. കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനമായ കൊച്ചിയിൽ വെച്ച് നടന്ന വർണ്ണശബളമായ ചടങ്ങിൽ ഇന്ത്യയിലെ സുപ്രസിദ്ധ ഗായകൻ ശ്രീ ഹരിഹരൻ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. കേരളത്തിലെ സാംസ്കാരിക വ്യാവസായിക പ്രമുഖർ ഈ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. DMA ന്യൂസിനു വേണ്ടി കൊച്ചിയിൽ നിന്നും അനിൽ മുരളി. മറ്റു വാർത്തകളിലേക്ക്. ദ്രോഹിഡ മലയാളി അസോസിയേഷന്റെ ചരിത്രത്തിലാദ്യമായി അധികാര കൈമാറ്റം.
ആഗോള സാമ്പത്തിക പ്രതിസന്ധിയുടെയും കോൺട്രാക്ട് ക്ഷാമത്തിന്റെയും ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഡ്രോഹഡ മലയാളിക്ക് ഇത് മറ്റൊരു തിരിച്ചടിയായി. ഒരു റിപ്പോർട്ട്. ഇക്കഴിഞ്ഞ ജൂലൈ 4 തീയതി ബ്രൂക്ക്വിൽ പാർക്കിൽ വെച്ചാണ് DMAയുടെ ചരിത്രത്തിൽ ഒരു സുപ്രധാന ഏടായി കഴിഞ്ഞ ഇടക്കാല തിരഞ്ഞെടുപ്പ് നടന്നത്. പഴയ നേതൃത്വം കോൺട്രാക്ട് റിന്യൂവലിന്റെ ഭീഷണിയിൽ നിന്നും പെർമനൻസിയുടെ തണലുകൾ തേടിപ്പോയതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ കാരണം. തീർത്തും രഹസ്യ സ്വഭാവത്തോടെയായിരുന്നു തിരഞ്ഞെടുപ്പ് നടന്നത്. മാധ്യമപ്രവർത്തകർക്ക് ആർക്കും തന്നെ തെരഞ്ഞെടുപ്പ് ഹാളിൽ പ്രവേശനം നൽകാഞ്ഞത് വളരെയധികം ഒച്ചപ്പാടുകൾക്കിടയാക്കി. ഇതിന്റെ കാരണം അന്വേഷിച്ചെത്തിയ DMA ന്യൂസിന് അറിയാൻ കഴിഞ്ഞ ആ ഞെട്ടിപ്പിക്കുന്ന രഹസ്യം 60ഓളം പേരെ പ്രതീക്ഷിച്ച തെരഞ്ഞെടുപ്പിൽ എത്തിയതോ ആകെ 10ഓളം പേർ മാത്രം. അതിൽ 3 പേർക്ക് 3 സ്ഥാനങ്ങൾ. എങ്ങനെയൊക്കെയായാലും പതിവിന് വിപരീതമായി ഇത്തവണ ഒരാൾക്ക് പകരം 3 പേരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ചുറുചുറുക്കും കാര്യക്ഷമതയും കൈമുതലാക്കിയ ശ്രീ സുമന്ത്. ആത്മവിശ്വാസവും കഠിനാധ്വാനവും ജീവിതശൈലിയുടെ ഭാഗമാക്കിയ ശ്രീ ബിജു. ഉത്തരവാദിത്തബോധവും സംഘടനയ്ക്ക് വേണ്ടി അഹോരാത്രം ഉറക്കമിളയ്ക്കുവാനും തയ്യാറായ ശ്രീ യേശുദാസ് എന്നീ കരുത്തരുടെ കൈകളിലാണ് ഇനി ദ്രോഹഡ മലയാളി അസോസിയേഷൻ. ക്യാമറമാൻ കൃഷ്ണകുമാറിനൊപ്പം ബ്രൂക്ക്വില്ലിൽ നിന്നും DMA ന്യൂസിനു വേണ്ടി കിഷോർ പിഷാരടി. ഒന്നിനു പകരം 3 പേരാണ് ഇത്തവണ DMAയുടെ നേതൃത്വത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അഭിനന്ദനങ്ങൾ ശ്രീ ബിജു കുര്യാക്കോസ്, ശ്രീ യേശുദാസ്, ശ്രീ സുമന്ത്. ഉറപ്പായും നിങ്ങളുടെ കരങ്ങളിൽ DMAയുടെ ഭാവി ശോഭനമാകട്ടെ എന്നാശംസിക്കുകയാണ്. 3 പേരുടെ നേതൃത്വമാണോ അതോ പഴയതുപോലെ പ്രസിഡൻഷ്യൽ നേതൃത്വമാണോ DMAയ്ക്ക് നല്ലത്? അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ. നിങ്ങളുടെ ഉത്തരം അതെ എന്നാണെങ്കിൽ യെസ് എന്നും അല്ല എന്നാണെങ്കിൽ നോ എന്നും SMS ചെയ്യുക. അയക്കേണ്ട നമ്പർ 0010800030. വിവാദങ്ങൾക്ക് പഞ്ഞമില്ലാത്ത മലയാളികൾക്ക് മറ്റൊരു വിവാദം കൂടി. വരും കാലങ്ങളിൽ ഡ്രോഹഡയിൽ വൻ കൊടുങ്കാറ്റായേക്കാവുന്ന ആരോപണമാണ് DMA അംഗമായ ശ്രീമതി രാജമ്മ പത്തനാപുരം ഉന്നയിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് DMAയുടെ നേതൃനിരയിലേക്ക് സ്ത്രീകളെ പരിഗണിക്കുന്നില്ല, എന്തുകൊണ്ട് പരിഗണിച്ചില്ല എന്ന ശക്തമായ പ്രസ്താവനയാണ് ശ്രീമതി രാജമ്മ പത്തനാപുരം നടത്തിയിരിക്കുന്നത്. തികച്ചും വാസ്തവപരമായ കാര്യങ്ങളാണ് ശ്രീമതി രാജമ്മ പത്തനാപുരം ഉന്നയിച്ചിരിക്കുന്നത്. 3 പേരെ തിരഞ്ഞെടുക്കാമെങ്കിൽ അതിൽ ഒരു വനിത പോലും തിരഞ്ഞെടുക്കപ്പെടാത്തത് തികച്ചും ചോദ്യം ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു. വളരെ അത്യാവശ്യമായി ഓൺകാളിന് പോകേണ്ടി വന്നതുകൊണ്ട് ശ്രീമതി രാജമ്മ പത്തനാപുരത്തിന് സ്റ്റുഡിയോയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. ബന്ധപ്പെടാം ശ്രീമതി രാജമ്മയുമായി.